ബീഹാറിലെ ബി.ജെ.പി. നേതാവ് ഗോപാൽ ഖേങ്കയുടെ കൊലപാതകം ജയിലിൽ നിന്നുള്ള കൊട്ടേഷൻ എന്ന ബീഹാർ പോലീസ്. കേസുമായി ബന്ധപ്പെട്ട് ബീഹാറിലെ ജയിലുകളിൽ പോലീസ് റെയ്ഡ് നടത്തി 12 പേരെ ചോദ്യം ചെയ്തു. അജീഷ് ശിവകുമാർ ഡൽഹിയിൽ ചെന്നു. അജീഷ്, ഈ പറയുന്ന ഗോപാൽ ഖേങ്കെ വീട്ടിലേക്ക് എത്തുമ്പോഴായിരുന്നു ബൈക്കിലെത്തിയ യുവാവ് വെടിവെച്ച് കടന്നു കളഞ്ഞത്. ഈ പറയുന്ന ബി.ജെ.പി. നേതാവ് മാത്രമല്ല ഗോപാൽ ഖേങ്കെ, ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ്. എന്താണ് ഇതിന്റെ വൈര്യം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? കൊട്ടേഷൻ ജയിലിലേക്കാണെന്ന, ജയിലിൽ നിന്നുള്ള കൊട്ടേഷൻ എന്ന അനുമാനത്തിലേക്ക് എത്താനിടയ സാഹചര്യം, പ്രതിയെക്കുറിച്ച് എന്തെങ്കിലും സൂചന എന്തെങ്കിലും ഉണ്ടോ? സുഹൈലെ, ജൂലൈ 4 രാത്രി 11:40 ഈ കൊലപാതകം നടക്കുന്നത്. അതിനുശേഷം ജൂലൈ 6 ഗോപാൽ ഖേങ്കയുടെ മൃതദേഹം സംസ്കരിക്കുന്നത്. ഈ ശവസംസ്കാരത്തിന് എത്തിയ ഒരാളെ പോലീസ് അന്ന് സംശയത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. റോഷൻ എന്നാണ് ഇയാളുടെ പേര്. ഇയാളുടെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ കൊലപാതകത്തിൽ ഒരാളല്ല, അതിൽ കൂടുതൽ ആളുകളുണ്ടെന്ന പോലീസ് സംശയത്തിലെത്തിയത്. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് ചില നിർണായക വിവരങ്ങളും പോലീസിന് കിട്ടിയിരുന്നു. അങ്ങനെയാണ് ജയിലിനകത്താണ് ഈ കൊലപാതകത്തിന്റെ ആസൂത്രണം നടന്നിട്ടുള്ളതെന്ന് പോലീസ് അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിയത്. അതിനെ തുടർന്നാണ് ബീഹാറിലെ പ്രധാനപ്പെട്ട ജയിലുകളിലൊക്കെ തന്നെ പോലീസ് പരിശോധന നടത്തി, റെയ്ഡ് നടത്തി. അതിൽ നിരവധി മൊബൈൽ ഫോണുകളടക്കം പിടിച്ചെടുക്കുകയും ചെയ്തു. മാത്രമല്ല 12 ജയിൽ അന്തേവാസികളെ ചോദ്യം ചെയ്യുകയും ചെയ്തു. പക്ഷെ അതിന്റെ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഗോപാൽ ഖേങ്കയുടെ കൊലപാതകത്തിന് അതിന് ആസൂത്രണം നടന്നത് ജയിലിനുള്ളിൽ നിന്നാണ്. ജയിലിനുള്ളിലുള്ള കൊട്ടേഷനാണ് ഈ കൊലപാതകം എന്നുള്ള ഒരു നിഗമനത്തിലാണ് നിലവിൽ ബീഹാർ പോലീസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ജയിലുകളിൽ സമാന്തര അധോലോകമുണ്ടെന്ന പല ആവർത്തി പലയിടങ്ങളിൽ നിന്ന് വാർത്തകൾ വന്നാണ്. അതിന്റെ മറ്റൊരു ഉദാഹരണം കൂടി ബീഹാറിൽ നിന്ന്. ഒരു പ്രമുഖ ബി.ജെ.പി. നേതാവിനെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ എത്തിയത് ജയിലിനകത്ത് നിന്ന്. അജീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.